അങ്ങനെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. 8 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരുങ്ങിയിരിക്കുന്നപ്പോഴത്തേക്ക് 9 മണിയായിട്ടുണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോവേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. നേരത്തെ ഇറങ്ങാനുള്ള കാര്യം വെച്ചില്ല, നേരത്തെ ചെല്ലുമ്പോഴത്തേക്ക് ആനയെ അകത്ത് കയറ്റുന്നതിന് മുന്നേ കയറി ആന ഒരുക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്താ ഒരു രസമെന്ന്. സമയം പോകുന്നതേ അറിയില്ല. പക്ഷേ സാരമില്ല, നമ്മൾ ചെന്നപ്പോൾ ആനയെ അങ്ങോട്ട് ജസ്റ്റ് കയറ്റിയതേ ഉള്ളായിരുന്നു. ഇനി നെറ്റിപ്പട്ടമൊക്കെ വെച്ച് തിടമ്പും കാലിൽ കൊലുസും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഒരുക്കിയെടുത്ത് സമയം പോകുന്നതേ അറിയില്ല. എത്ര നേരം വേണമെങ്കിലും അതിനെ കണ്ടുകൊണ്ടിരിക്കും. എന്താ അഴകുന്നു. ഇനിയൊരു കാര്യം, നമ്മുടെ ആന ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ സ്വന്തം കീഴൂട്ട് ശ്രീകണ്ഠനാണ്. പുള്ളി ഇച്ചിരി ഇടങ്ങേറാണോ എന്നൊരു സംശയമുണ്ട്. ആ പാപ്പൻ ഒരു 5-6 തവണ അടങ്ങി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉത്സവം കഴിയുന്നവരെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നും പുള്ളി ഉണ്ടാക്കില്ല കേട്ടോ. നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ആന ഈ തിടമ്പ കയറ്റി നിൽക്കുന്നതാണ് എന്താ ഒരു ലുക്കെന്നു. എത്ര കണ്ടാലും മതി വരാത്തൊരു ഐറ്റം കേട്ടോ ഈ ആനയെന്ന് പറഞ്ഞാൽ. പക്ഷേ ഒടുക്കത്തെ പേടിയാണ്. തുമ്പിക്കയിൽ ചുഴറ്റി എറിഞ്ഞ ആ തെങ്ങിൻ്റെ മണ്ടയിൽ പോയിരിക്കുമല്ലോ. അങ്ങനെ അവിടെ നിന്നൊരു 12 മണി വരെ നാഗരൂട്ടും പറയിടലും കാര്യങ്ങളും ചടങ്ങുകളും കലശപൂജയും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നിന്നും മനുഷ്യനൊരു വഴിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടിച്ച് കയറി ഒരു 12:30 ആയപ്പോഴത്തേക്ക് അന്നദാന സദ്യയും കഴിച്ചു. ഈ 5 ദിവസത്തിനിടയിൽ ഞാൻ ഇതുവരെയും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവസാന ദിവസം എന്തായാലും പോയി കഴിച്ച് നേരെ ഇല്ലം പിടിച്ചു.